1946-ൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനി പ്രദേശത്ത് നടന്ന തോൽ വിറക് സമരം കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായിരുന്നു. ഈ സമരം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന്റെ ഉദാഹരണമാണ്. സമരത്തിന്റെ പശ്ചാത്തലം, പരമ്പരാഗത അവകാശങ്ങൾ. 1945 വരെ ചീമേനി ഉൾപ്പെടുന്ന പ്രദേശം താഴക്കാട് മന എന്ന ജന്മി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു. അവിടെ താമസിക്കുന്ന കർഷകർ ചീമേനി കാട്ടിൽ നിന്ന് തോൽ, പച്ചിലവളം, വിറക്, നാട്ട, മുള്ള്, പുരമേയാനുള്ള പുല്ല് എന്നിവ സ്വതന്ത്രമായി ശേഖരിക്കാനുള്ള അവകാശം ഉപഭോഗിച്ചിരുന്നു. ഉടമസ്ഥത മാറ്റവും നിയന്ത്രണവും. ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന വ്യക്തി ഈ പ്രദേശം ജന്മിമാരിൽ നിന്ന് ചാർത്തി വാങ്ങിയ ശേഷം കർഷകരുടെ ഈ പരമ്പരാഗത അവകാശങ്ങൾ തടസ്സപ്പെടുത്തി. ഇത് കർഷകരുടെ ജീവിതോപാധിയിൽ നേരെ ബാധിച്ചു. സമരത്തിന്റെ ആരംഭം. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. 1946 നവംബർ 15-ന് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ, തിമിരി, ക്ലായിക്കോട്, കൊടക്കാട്, തുരുത്തി, പിലിക്കോട്, കരിവെള്ളൂർ, കയ്യൂർ, ചീമേനി എന്നിവിടങ്ങളിലെ കർഷകരും കർഷക തൊഴിലാളികളും ചേർന്ന് സമരം ആരംഭിച്ചു. തോലും വിറകും ഞങ്ങളെടുക്കും, കാലൻ വന്നു തടുത്താലും എന്ന മുദ്രാവാക്യവുമായി അവർ ചീമേനി എസ്റ്റേറ്റിലേക്ക് മാർച്ച് നടത്തി. സമരത്തിന്റെ പ്രാധാന്യം. കർഷക അവകാശങ്ങളുടെ സംരക്ഷണം. ഈ സമരം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ ശക്തിയും ഐക്യവും പ്രകടിപ്പിച്ചു. സാമൂഹിക നീതിയുടെ പ്രചോദനം. തോൽ വിറക് സമരം കേരളത്തിലെ മറ്റ് കർഷക സമരങ്ങൾക്ക് പ്രചോദനമായി. സമൂഹത്തിൽ സമത്വവും നീതിയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. പ്രമുഖ നേതാക്കൾ. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, സി കൃഷ്ണൻ നായർ, ഇ.ടി. കെ. ചന്ദൻ. ഈ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടി. തോൽ വിറക് സമരം കേരളത്തിലെ കർഷക സമരങ്ങളുടെ ചരിത്രത്തിൽ ഒരു മൈൽക്കല്ലായി തുടരുന്നു. ഇത് കർഷകരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന്റെ ശക്തിയും ഐക്യവും പ്രതിഫലിപ്പിക്കുന്നു.